ബി.ജെ.പി പുനഃസംഘടന കഴിഞ്ഞ പട്ടികയൊക്കെ ഇന്ന് വൈകുന്നേരമാണ് വന്നത്. ബി.ജെ.പി പുനഃസംഘടനയിൽ ഉൾപ്പെടാത്തതിൽ പി.ആർ. ശിവശങ്കറിന് അതൃപ്തി. മാധ്യമ വിഭാഗം പാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ശിവശങ്കർ ലെഫ്റ്റായി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, എതിർപ്പ് പലർക്കും ഉണ്ടെങ്കിലും അത് പരസ്യമായി ഇതുവരെ അത് പുറത്തേക്ക് കാണിച്ചിരുന്നില്ല. സമയമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് അടിച്ച് പ്രതിഷേധം അറിയിക്കുകയാണോ ശിവശങ്കർ? തീർച്ചയായും ഇത്തരത്തിൽ പ്രതിഷേധം പല വിധത്തിൽ വരുന്നുണ്ട് ആര്യ. വി മുരളീധര പക്ഷത്ത് നിന്ന് ശക്തമായി തന്നെ അവരുടെ പ്രതിഷേധം വരുന്നു. അതിനിടെയാണ് പി.ആർ. ശിവശങ്കറിനെ ഈ മീഡിയ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തും, അതായത് ടോപ്പേഴ്സ് വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനം വന്നപ്പോൾ ജയചന്ദ്രനെയാണ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പി.ആർ. ശിവശങ്കർ ഈ മീഡിയ വിഭാഗം പാനൽ ഗ്രൂപ്പിൽ നിന്ന്, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് പല വിധത്തിലുള്ള പ്രതിഷേധം വരുന്നുണ്ട്. ഇന്ന് മുൻപ് സെക്രട്ടറി ആയിരുന്നവർ ഇപ്പോൾ ആ പദവിയിലില്ല പലരും. അതായത് 10 സെക്രട്ടറിമാരുള്ളവരിൽ ഒരാൾ മാത്രമാണ് വി മുരളീധര പക്ഷത്തിന് നൽകിയത്. അത് വി രാജേഷിനെയാണ്. വൈസ് പ്രസിഡന്റുമാരുടെ കാര്യം എടുത്താൽ 10 വൈസ് പ്രസിഡന്റുമാരുള്ളതിൽ 2 പേരെ മാത്രമാണ് വി മുരളീധര പക്ഷത്തിന് നൽകിയത്. അങ്ങനെ ഒരു ബാലൻസിങ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വീക്ഷണം ശക്തമായി തന്നെ മൃഗീയമായ പിടിച്ചെടുക്കൽ കൃഷ്ണദാസ് പക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരായിട്ടുള്ളവരെയും സ്ഥാനമാനങ്ങൾ നൽകി നിലനിർത്തി എന്ന വിമർശനമാണ് വി മുരളീധര പക്ഷത്ത് നിന്ന് പുറത്തു വരുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഈ പ്രതിഷേധം ഇനി പുറത്തു വരിക? അത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തായും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പരോക്ഷമായുള്ള പ്രതികരണങ്ങൾ ഇട്ടുമെല്ലാമായിരിക്കും ഈ പ്രതിഷേധങ്ങൾ വരിക. എന്തായാലും ഇന്ന് ആ പട്ടിക ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ പ്രശാന്ത്. സമയമുണ്ട്. സ്വാഭാവികമായും അതൃപ്തിയുള്ള പ്രതിഷേധമുള്ള നിരവധി ആളുകൾ ഉണ്ടാവും. ആ രീതിയിലുള്ള വെട്ടിനിരത്തലാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ നാളെയൊക്കെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.